കലൂർ കത്രിക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. റോഡിലെ കുഴിയിൽ വീണ് കർണാടക ബസിന്റെ ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കലൂർ കത്രിക്കടവ് റോഡാണിത്. ഈ റോഡ് മുഴുവൻ കുഴിയായതുകൊണ്ട് വാഹന ഗതാഗത യോഗ്യമല്ലാത്ത റോഡായി മാറിയിരിക്കുകയാണ്. ഈ മഴ പെയ്ത ശേഷം ഈ റോഡുകളിൽ വെള്ളം നിറയും. ഇവിടെ കുഴി കാണാത്ത രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ തന്നെ നിരവധി അപകടങ്ങൾ, ഇവിടെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലുണ്ട് കോൺഗ്രസ് റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഈ കൊച്ചിയിലെ പല റോഡുകളുടെയും അവസ്ഥ ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാലാരിവട്ടത്ത് ഒരു സ്ത്രീയുടെ കാല് ഓടയിൽ വീണ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കൊച്ചിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നമുക്ക് കാണാം ആ കുഴിയിലെ വെള്ളത്തിലിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അല്പനേരമായി ഈ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം കാരണം തന്നെ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ തന്നെയും ഈ ഒരു റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറയും, കുഴികളിൽ വെള്ളം നിറയും, കുഴി മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കാണാം വളരെ വലിയ ഗതാഗത കുരുക്കാണ് ഈ ഭാഗത്തൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നാക്കിയെടുക്കേണ്ട അനിവാര്യത അങ്ങേയറ്റം ആവശ്യകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്, അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, മഴക്കാലം വന്ന ശേഷമുള്ള കൊച്ചിയുടെ റോഡിന്റെ അവസ്ഥ എന്താണ്, ഓടകളുടെ അവസ്ഥ എന്താണ്, മാലിന്യ കൂമ്പാരത്തിന്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ ചെറിയ ചെറിയ ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ടൂ വീലർ വന്ന് കാറിൽ ഇടിക്കുന്ന സാഹചര്യം, അങ്ങനത്തെ ചെറിയ ചെറിയ അപകടങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവരിവിടെ ഈ പ്രൊട്ടസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഗതാഗത അസൗകര്യം നേരിടുന്നുണ്ടെങ്കിൽ പോലും ഈ റോഡിന്റെ അവസ്ഥ പൊതുവായി ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് GCDയുടെ അധികാരികളോടും ബന്ധപ്പെട്ടവരോടും നിരന്തരം നേരിട്ട് കാണുകയും ഈ കൌൺസിലർ മുഖേന കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ രാത്രി കർണാടകയുടെ ഒരു വണ്ടി വന്ന് ഈ കുഴിയിലാണ് ചാടിയത്. ഇന്ന് കാലത്ത് 10 മണിയായപ്പോഴാണ് അത് ഇവിടെ നിന്ന് നീക്കം ചെയ്തത്. രാവിലെ തുടങ്ങി നമ്മൾ നിരന്തരം GCDനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വന്നത് 10 മണിക്കാണ്. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫയൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഞങ്ങൾ നിർത്തില്ല. കാരണം നിരന്തരം ഈ റോഡിൽ കുട്ടികളുമായിട്ട് പോകുന്ന ലേഡീസ് വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഉടനെ ഫയൽ ശരിയാക്കും. ഇപ്പൊ GCD തന്നെ 30 കോടി മുടക്കിയാണ് ആ ഫുട്പാത്ത് ഉണ്ടാക്കിയത്. വൻ അഴിമതിയാണ് അതിനകത്ത്. അത് എവിടെയെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ടോ? അവസാനിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നതിന് തന്നെയാണ്. അതിന് കാരണമാകുന്നത് ഇത്തരം കുഴികളാണ്, അല്ലെങ്കിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ്. അത് മെയിന്റനൻസ് ചെയ്യാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് എല്ലായിടത്തും നിന്നും കേൾക്കുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.